എല്ലാ വ്യൂവേഴ്സിനും കുക്ക് ആൻഡ് സെർവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഒരു ചിക്കൻ കുറുമ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. തേങ്ങാപ്പാലും അതേപോലെ തന്നെ കാഷ്യൂനട്ട് അരച്ച് ചേർത്തിട്ടുള്ള നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായിട്ടൊരു പാനിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. കുറച്ച് കറുവപ്പട്ട, അതിനൊപ്പം തന്നെ ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർക്കാം. ഞാനിവിടെ 2 മീഡിയം ടൈപ്പിലുള്ള സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നീട് ഇതിലേക്ക് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളക് നടുക്ക് കീറിയതും ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. ഉള്ളി നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിനുശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറുമയിൽ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് ഈ ചേരുവകൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വൃത്തിയായി കഴുകി ചെറിയ പീസാക്കിയ ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കൂട്ടുകളൊക്കെ ചിക്കനിലേക്ക് എത്താൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുന്നതാണ്. ചിക്കൻ നന്നായിട്ട് തന്നെ വേവണം. വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നമുക്ക് ചേർക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടാണ്. ഈസി ആയിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കുറുമയ്ക്ക് കിട്ടും. അതേപോലെ നല്ല തിക്ക് ഗ്രേവിയും ആയിരിക്കും കറിക്ക്. കാഷ്യൂനട്ട് ആഡ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ആഡ് ചെയ്യാം. ലാസ്റ്റിലത്തെ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം കറി കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. ചെറിയ തീയിൽ കറി നമുക്ക് ചൂടാക്കി കുറുമ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറുമ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ നെയ്ച്ചോറ്, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നല്ല വീഡിയോയുമായി ഇനിയും കാണാം. സ്റ്റേ സേഫ്. ബൈ.